ഇത് രണ്ടും കാണുമ്പോൾ തന്നെ അറിയാം അത് കംപ്ലൈന്റ് ഇല്ലാന്ന്. പുറമേ നോക്കുമ്പോൾ അപ്പോൾ ഈ ഏരിയയിലൊക്കെ നോക്കുമ്പോൾ അതേസമയം അതേപോലെ തന്നെ ഈ കപ്പാസിറ്റർ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ ഇളക്കി വെക്കുമ്പോൾ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പൊ തമ്മിൽ കണ്ടില്ലേ, അതന്നെയാ പറയാനുള്ളത്. ഈ കപ്പാസിറ്റർ ഈ കാണുന്ന കപ്പാസിറ്റർ ഉണ്ടോ, ഇത്രയും ഫിനിഷ് ആയിരിക്കും നമ്മുടെ ബോർഡുകളിൽ ചില വർക്ക് ചെയ്യാത്ത ബോർഡുകളിലൊക്കെ നോക്കുമ്പോൾ ഇത്രയും ഫിനിഷ് ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ബോർഡ് കണ്ടതിന് ശേഷം ഒറ്റയടിക്ക് അത് കംപ്ലൈന്റ് ഒന്നും ഇല്ല അല്ലെങ്കിൽ ഇന്ന കംപ്ലൈന്റ് ഒന്നും പറയാനില്ല. നമുക്ക് ചെക്ക് ചെയ്താൽ പോലും ചിലപ്പോൾ 4-5 ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ മനസ്സിലാവില്ല എന്താ കംപ്ലൈന്റ്. ഇത് ഇപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന അതേപോലെ ആയിരിക്കും ആ കംപ്ലൈന്റ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് അതിന്റെ ബോർഡ്, ഈ പറഞ്ഞ ആംപ്ലിഫയറിന്റെ ബോർഡാണ് ഈ കാണുന്നത്. ഇതിനകത്ത് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ വലിയ കംപ്ലൈന്റ് ഒന്നും ബേൺ ആയിട്ടൊന്നും കാണുന്നില്ല, കത്തിപ്പോയിട്ടില്ല, ഒന്നുമില്ല. എല്ലാം ഓക്കെയാണ്, റെസിസ്റ്ററുകൾ ഓക്കെയാണ്, കപ്പാസിറ്റർ കാണാൻ ഓക്കെയാണ്. അപ്പോൾ ഒരു ആവറേജ് ഇങ്ങനത്തെ കിട്ടിക്കഴിഞ്ഞ് വർക്ക് ചെയ്യാത്തത് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇളക്കി നോക്കുക. ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഒരു വിധം ഒരു എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഇളകണ അതിൻ്റെ അടിയിൽ ലീഡ് കംപ്ലൈന്റ് ഉണ്ടോയെന്നൊക്കെ. ഇത് ഇപ്പോൾ ഇളകുമ്പോൾ കുഴപ്പമില്ല, ഇത് കുഴപ്പമില്ല. പക്ഷെ അതേസമയം ഇവിടെ ഒരു പോയിന്റിൽ നമ്മളിവിടെ 2 സാധനം ഇവിടെ മിസ്സിങ് കാണുന്നുണ്ട്. അതായത് അവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ആ സ്പെയർ, അത് ഇതിനകത്ത് തുരുമ്പ് പിടിച്ച് കട്ടായി കിടക്കുക അതിന്റെ ലീഡ്. അപ്പൊ അതേപോലെ വേറെ കാണുന്നത് ഈ കപ്പാസിറ്റർ ഇളകുന്നില്ല. പക്ഷെ ഈ കപ്പാസിറ്റർ ഇങ്ങനെ ഇളക്കിയപ്പോൾ അതിന്റെ കാലിങ്ങനെ അടന്നു പോകുന്നത് കാണാം. അതായത് കാല് ഈ കപ്പാസിറ്റർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം തോന്നുന്നുണ്ടോ? ഞാൻ അതൊക്കെ ഡീസോൾഡർ ചെയ്ത് അയച്ചു വെച്ചിട്ടുണ്ട്. ഇതിപ്പോ കാണിച്ചിട്ട് അത് ഊരിയിട്ട് ഇതാ, ഇത് വളരെ പെർഫെക്റ്റ് ആണ് ഈ കപ്പാസിറ്റർ, ഇതിന് വലിയ കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ ഇതും കുഴപ്പം. ഇത് രണ്ടും കാണുമ്പോൾ തന്നെ അറിയാം അത് കംപ്ലൈന്റ് ഇല്ലാന്ന്. പുറമേ നോക്കുമ്പോൾ അപ്പോൾ ഈ ഏരിയയിലൊക്കെ നോക്കുമ്പോൾ അതേസമയം അതേപോലെ തന്നെ ഈ കപ്പാസിറ്റർ കാണാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് ഞാൻ ഇളക്കി വെക്കുമ്പോൾ ഇതിന് ലീഡില്ല. നിങ്ങൾ കണ്ടോ, ഇതിന്റെ അടിഭാഗത്ത് ദ്രവിച്ചിട്ട് ഇതിന്റെ ലീഡ് കട്ടായിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ കപ്പാസിറ്ററും. അടിയിൽ കാലില്ല, ലീഡ് കട്ടായി കിടക്കുക, ലീഡ് ദ്രവിച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ ഒരു സംശയം തോന്നിയില്ല ഇതിന്റെ അടിയിൽ എന്തെങ്കിലും കുഴപ്പമുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു വിധമൊക്കെ നമുക്ക് മീറ്റർ വെച്ച് ചെക്ക് ചെയ്യാതെ തന്നെ ഒരു വിധം ഇങ്ങനെ നമ്മൾ ഈ മാനുവലായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ ഈ ലീഡ് പൊട്ടിയത് കാണാം. അപ്പൊ ഒറ്റ നോട്ടത്തിൽ അങ്ങനെ പുറമേ നോക്കുന്ന നോട്ടത്തിൽ മാത്രം നമ്മളൊന്നിനെയും വിലയിരുത്തരുത്. അപ്പൊ നമുക്ക് അത് ശരിക്കും ചിലത് കണ്ടുപിടിക്കാൻ ഒരുപാട് സമയം എടുക്കും. ഇതിങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ഈ കപ്പാസിറ്റർ നല്ല വർക്കിംഗ് ആണ്. ഇത് നിൽക്കുന്നതും ഇതിന്റെ ടോപ്പ് നിന്ന് കാണുമ്പോൾ ഒരു കുഴപ്പവും കാണുന്നില്ല. ഇതിന്റെ അടിയിൽ നോക്കുമ്പോൾ ഇതിന്റെ മറ്റേ പ്രിന്റ് സൈഡിൽ ആ ലീഡിന്റെ മറ്റേ ഭാഗം കാണാം. അപ്പൊ നമ്മളിവിടെ ഇളക്കുമ്പോൾ ഇത് ഈ ഗമ്മിട്ട് ഒട്ടിച്ചാണ് ഇവിടെ. ഈ ഗമ്മിട്ട് ഒട്ടിച്ചത് കാരണം എന്ത് ചെയ്യും, ഇത് ഇളകിയില്ല. അപ്പോൾ നമ്മളിത് ഒറ്റ ഇളക്കത്തിൽ മനസ്സിലാവില്ല, നമ്മളിത് അയച്ചെണ്ണം നോക്കണം. അങ്ങനെ അയച്ചു നോക്കിയതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണാൻ പറ്റിയത്. അപ്പോൾ അത് നിങ്ങൾക്കൊക്കെ ഈ സ്വന്തമായിട്ട് ചെക്ക് ചെയ്യുന്നവർക്കൊക്കെ ആവശ്യം വരുന്ന ഒരു കണ്ടന്റ് ആയതുകൊണ്ടാണ് ഞാനിത് ഇപ്പോൾ ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് ഇങ്ങനെയുള്ള ആംപ്ലിഫയറിൽ മാത്രമല്ല ഒരുവിധ എല്ലാ ഇലക്ട്രോണിക് സാധനങ്ങളിലും ഇങ്ങനെയുള്ള അവസ്ഥ വരും. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കണ്ടുപിടിക്കാൻ പറ്റാത്ത അവസ്ഥ. ഇങ്ങനെ ഐസിയിൽ വരും ഇങ്ങനെ ചെറിയ കപ്പാസിറ്ററുകളൊക്കെ നിൽക്കുന്നുണ്ടാവും. അതൊക്കെ അടിയിൽ കട്ടുണ്ടാവും. ട്രാൻസിസ്റ്റർ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, ഈ ട്രാൻസിസ്റ്റർ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കിയാൽ അതിനോട് കയ്യിൽ പോരുന്ന അവസ്ഥയിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളതിന് നമ്മൾ ഇങ്ങനെ ചെക്ക് ചെയ്ത് കണ്ടുപിടിച്ചാൽ ഇപ്പോൾ ഇത് 2 ഓക്കെയാണ്, ഈ 2 കപ്പാസിറ്റർ ഓക്കെയാണ്. അപ്പൊ നമ്മൾ ഇത് 2 മറ്റേത് പുതിയത് വാങ്ങി മാറ്റുക. അപ്പൊ പുതിയത് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ സെയിം വാല്യൂ, അതായത് ഇത് 1025 വോൾട്ട് ആണ് ഇതിന്റെ വാല്യൂ. അപ്പൊ നമ്മൾ സെയിം സാധനം 2 വാങ്ങിയിട്ടുണ്ട് 1025. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ഇവിടെ ഒരു കപ്പാസിറ്റർ ഇത് ഇളകി പോയിട്ടുണ്ട്, ഇതിന്റെ കാല് പൊട്ടിപ്പോയിട്ടുണ്ട്. ഒരു വിധം കാലം അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ലീഡ് ഷോൾഡർ ചെയ്തെടുക്കാം. അതേപോലെ ഇവിടെ കാണാം, ഇതും കപ്പാസിറ്റർ ഇളകി പോയിട്ടുണ്ട്. കണ്ടോ, ഇത് ലീഡ് പൊട്ടിയതാണ്, ഇവിടെ ലീഡ് പൊട്ടിയെടുക്കുന്നത്. അപ്പൊ അങ്ങനെ ഇത് ഫുള്ള് പവർ സെക്ഷനാണ്. ഇതിലാണ് ഇതിന്റെ ഇൻപുട്ട് പവർ സപ്ലൈ കയറുന്നത്. അപ്പൊ ഇവിടെ ഫുള്ള് ഇങ്ങനെ ഡാമേജ് ആയി കിടക്കുക ഈ സെക്ഷൻ ഫുള്ളും. ഇത് ഓക്കെ ആണെങ്കിൽ ഇത് ഡുവലായിട്ട് വർക്ക് ചെയ്തിട്ട് ഇതിന്റെ ഈ ആംപ്ലിഫയറിന്റെ എല്ലാ സെക്ഷനും വർക്ക് ചെയ്യുള്ളൂ. പിന്നെ അത് മാത്രമല്ല നമ്മളുടെ ഇവിടെ ഈ ഒരു റെസിസ്റ്റർ, ഇത് 10 ohms 1 watt റെസിസ്റ്റർ ആണ് ഇവിടെ വരുന്നത്. ഈ ലീഡ് പൊട്ടിയ ഭാഗം ഇതിവിടെ ഇതിന്റെ റെസിസ്റ്റർ ഇവിടെ നിന്ന് പൊടിഞ്ഞു പോയതാ. അപ്പൊ ഇവിടെ ഈ ഒരു ലീഡ് വരുന്നത് ഈ റെസിസ്റ്റർ. അപ്പൊ അവിടെ വരുന്ന സാധനം. പിന്നെ അതിന്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ നമ്മൾ കാണാം, അത് ഇതുപോലെ ദ്രവിച്ച് പൊടിഞ്ഞു പോയതാ. അതും ഈ ഏരിയയിലായിട്ട് ആണ് വരിക. ഇത് 2 ആണ് ആ സാധനം. ഇത് 2 ആണ് ആ സാധനം. ഇത് ഇവിടേക്ക് വരുന്നത് റെസിസ്റ്ററും ഇവിടേക്ക് വരുന്നത് കപ്പാസിറ്ററും. അപ്പൊ അങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഇങ്ങനത്തെ പുതിയ കപ്പാസിറ്റർ വാങ്ങുക. അത് ഇപ്പൊ 2A 102 103J എന്ന് പറഞ്ഞ വാല്യൂ ആയിരുന്നു ഇതിന്റെ വാല്യൂ. അതേപോലെ ഇത് 10 ohms റെസിസ്റ്റർ ആണ്, 1 watt റെസിസ്റ്റർ ആണ്. അപ്പൊ അതൊക്കെ വാങ്ങി ഫിറ്റ് ചെയ്യുക. ഇതിന്റെ ഫോൾട്ട് ഫൈൻഡിങ് ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത് സർവീസ് ചെയ്യുന്ന വീഡിയോ അല്ല. അപ്പൊ ഇങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ നമുക്ക് മറ്റൊരു സ്പെയർ വെച്ച് സോൾഡർ ചെയ്യണമെങ്കിൽ അതിന്റെ പഴയതിന്റെ ആ 2 ലീഡാണ് ഈ 2 കാണുന്നത്. ഇവിടെ 2 ലീഡ്, ഇവിടെ 2 ലീഡ്. ഇത് ഒഴിവാക്കി ഇവിടെ ഹോൾസ് ക്ലിയർ ആക്കണം. ഇത് ഒഴിവാക്കി പറഞ്ഞാൽ നമ്മളിപ്പോ അയൺ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുക.
അപ്പോൾ ഇത് ഇങ്ങനെ ഇവിടുന്ന് പുഷ് ചെയ്താൽ ബാക്കോട്ട് പോകും. എല്ലാം ഇങ്ങനെ പോവില്ല, ചിലത് അവിടെ വളരെ ടൈറ്റായിട്ട് ഉറച്ചെടുക്കും. ഇങ്ങനെ ഇളക്കിയാണ്ട് അകത്തേക്ക് വെക്കുക. അപ്പൊ ആ 4 ലീഡും നമ്മൾ ഇങ്ങോട്ടാക്കിയിട്ടുണ്ട്. അവിടെ ആ 4 ലീഡിന്റെയും എൻഡ് കാണാം. നമുക്കിപ്പോ ട്യൂസർ വെച്ചിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും, പിടിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അതുപോലെ ഇങ്ങനെ പിടിച്ചിട്ട് ട്യൂസർ ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ചിട്ട് വേണം നമ്മൾ ഇവിടുന്ന് അങ്ങനെ അയാണ് വെച്ചെടുക്കുക. അപ്പൊ ഇതാണ് നമ്മളെ പഴയ റെസ്റ്ററിന്റെ ആ എൻഡ്. ബാക്കിയുള്ളതൊക്കെ ദ്രവിച്ചു പോയതാണ്. അപ്പൊ ഇങ്ങനെ ആക്കിയതിനു ശേഷം ഒരു പിന്നോ മറ്റോ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഹോൾസ് ക്ലിയർ ആക്കുക. ആ ഹോൾസ് അവിടെ ക്ലിയർ ആയാൽ മാത്രമേ നമ്മളുടെ അടുത്ത പുതിയ കോമ്പണന്റിന്റെ ലീഡ് ഇതുപോലെ ഇങ്ങനെ അതിന്റെ അകത്തോട്ട് കയറുള്ളൂ. ഇപ്പൊ നമ്മൾ റെസ്റ്റ് ഇടാനുള്ള 2 ഹോൾസ് ഇവിടെ ക്ലിയർ ആക്കിയിട്ടുണ്ട്. കപ്പാസിറ്ററിന്റെ ഒരു ഹോളും ക്ലിയർ ആയിട്ടുണ്ട്, മറ്റേതും ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ റെസ്റ്റ് ഇതിനകത്ത് ഉണ്ടായിരുന്നത് ഈ മോഡലിലാണ് മടക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഒരു റൗണ്ട് കാണാം. ഇവിടെ റൗണ്ടും ഇവിടേക്ക് ഒരു ഹോളും. അപ്പൊ ഈ റൗണ്ട് ഉള്ളിടത്തേക്കാണ് ഈ റെസിസ്റ്റർ നിൽക്കേണ്ടത്. ഇങ്ങനെ നിർത്തുകയാണ് അങ്ങനെയുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെയാണ് ഇവിടെ നിൽക്കേണ്ടത്. ഇനി ഇവിടെ എത്തിയാൽ ഇവിടുന്ന് ഇത് ഇങ്ങോട്ടും ഒന്ന് എങ്ങോട്ടും മടക്കിയിട്ട് ഇവിടെ സോൾഡർ ചെയ്യുക, എന്നിട്ട് ഈ ലീഡ് കട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ഈ കപ്പാസിറ്ററും ഇതേപോലെ ഇപ്പോൾ ഇത് ഹോൾസ് ക്ലിയർ ആയതുകൊണ്ട് ഇത് ഇവിടെ വെക്കുക. ഇപ്പോൾ ഇത് ഹോൾസ് ക്ലിയർ ആയതുകൊണ്ട് ഈ കപ്പാസിറ്റർ ഇതിലെ ഇങ്ങനെ കടത്തി വെച്ചതിന് ശേഷം ഇങ്ങനെ വെച്ച് സോൾഡർ ചെയ്യുക. ഇത് നമ്മുടെ നേരത്തെ പറഞ്ഞ കപ്പാസിറ്റർ ഇവിടെ ഈ വെള്ള വരകൾ കാണുന്ന ഭാഗം, ഈ വെള്ള വരകൾ ഈ റൗണ്ടിന്റെ ആ ഭാഗത്തേക്കാണ് ഈ നെഗറ്റീവ് വരിക. ഈ ബ്ലാക്ക് വരയുള്ള ഭാഗം ആ ഭാഗത്തേക്കാണ് വെക്കുന്നത്. അതേപോലെ ഇത് ഇവിടെ ഭാഗത്തേക്കാണ് നെഗറ്റീവ്. അപ്പൊ ഇവിടെ പോസിറ്റീവ് കൊടുക്കിയിട്ട് അതിനുശേഷം ഒരു ലീഡ് ഇങ്ങോട്ടും ഒരു ലീഡ് ഇങ്ങോട്ടും ഇങ്ങനെയാണ് ഇത് മടക്കേണ്ടത്. ഇനിയാണ് അവിടെയൊക്കെ സോൾഡർ ചെയ്ത് ലീഡ് കട്ട് ചെയ്ത് ഓക്കെ ആക്കുക. നമ്മളെ പഴയ ഇവിടെ ഉണ്ടായിരുന്ന കപ്പാസിറ്റർ എല്ലാം സോൾഡർ ചെയ്തതിന് ശേഷം മാത്രം ഇത് ഓണാക്കി വെക്കുക. ഇത് ഓണാക്കി ചെക്ക് ചെയ്ത് വർക്കിംഗ് ആക്കുന്നതല്ല, നമ്മൾ ഈ ഫോൾട്ട് ഫൈൻഡിങ്ങിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.